ചവിട്ടി പറപ്പിച്ച് വിടുവാണ് നാൻസി. ഇത് ശുപാർശക്കത്തുള്ള ഓർഡറാണ് കേട്ടോ. കാരണം നാൻസിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അർജന്റ് ഓർഡർ ആയിരുന്നു. പാനൽ കട്ടിൽ ഒരു ഫിഷ് കട്ടൊക്കെയാണ് വേണ്ടിയത്. നമ്മുടെ വൈക്കത്തെ ഈ ഗൗണൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാറ്റ് മെറ്റീരിയലൊന്നും കിട്ടത്തില്ല കേട്ടോ. കിട്ടുന്നത് കൊണ്ട് ചെയ്യാൻ നേരത്ത് അത്ര ഒരു രസം ഉണ്ടാവത്തില്ല. നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി രസമാകാൻ. എന്നാലും ഇതിപ്പോൾ രസത്തിന് കുറവൊന്നുമില്ലല്ലേ, കൊള്ളാല്ലേ കാണാനായിട്ട്. അപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ശുപാർശ ചെയ്ത ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആൾ അസമിലാണ്, ഇവിടെ ഇല്ല, ലീവിന് വരാൻ നേരത്ത് കൂട്ടുകാരുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരാഴ്ച മുന്നേ പറഞ്ഞ് സെറ്റാക്കി. ബാക്കിലൊരു വൃത്തം വേണം, കയ്യിൽ സ്കാലപ്പ്, ബാക്കിൽ സ്കാലപ്പ്, ഫ്രണ്ടിൽ സ്കാലപ്പ്, എല്ലായിടം സ്കാലപ്പൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഗൈസ്. ഒരു പ്രയോജനം ഉണ്ടായില്ല കേട്ടോ. അവൾ മറന്നുപോയി ബ്ലൗസ് എടുക്കാനായിട്ട്. സാരി മാത്രം കൊണ്ടുപോയി കല്യാണ വീട്ടിൽ ചെന്ന് അയൺ ചെയ്യാനായിട്ട് തലേ ദിവസം രാത്രി എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് ബ്ലൗസ് കൊണ്ടുവന്നില്ല എന്ന്. പിന്നെ പെട്ടെന്ന് ധൃതിക്ക് അവിടെ എവിടെയോ 24 മണിക്കൂറും തയ്ച്ചു കൊടുക്കുന്ന ഓരോ ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെ കൊണ്ട് മെറ്റീരിയലൊന്നും കിട്ടാനേ ഇല്ല. എന്തൊക്കെയോ ഒന്ന് ഒപ്പിച്ച് അവസാനം ഒരു ബ്ലൗസ് തയ്ച്ചിടുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു കഥ ഈ ബ്ലൗസിനുണ്ട്. അപ്പോൾ കേക്കോള് അലർജി ആയതുകൊണ്ട് നമ്മൾ സിബാണ് കേട്ടോ എപ്പോഴും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആൾ വന്നിട്ട് ഫിറ്റിങ് നോക്കിയിട്ട് സിബ് ഫിനിഷ് ചെയ്യാൻ ഓർത്തിട്ടാണ് സൈഡൊന്ന് സെറ്റാക്കാണ്ടിരുന്നത്. അങ്ങനെയായി.